PPT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് വെഹിക്കിൾ ഇൻഷുറൻസിനെ കുറിച്ചാണ്. ഇതെല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഓടുന്ന എല്ലാ വണ്ടികൾക്കും ഗവൺമെന്റ് റൂൾ പ്രകാരം ഇൻഷുറൻസ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമുക്കറിയാം ആ ഇൻഷുറൻസ് തന്നെ വിവിധ ഇൻഷുറൻസുകളുണ്ട്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, മറ്റ് പലതരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി ഇൻഷുറൻസ്, ഒരു എക്സാമ്പിൾ, ഒരു ബൈക്കിന് അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിന് നമ്മളൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ആ ബൈക്കിന് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ ബൈക്കിന് വരുന്ന കേടുപാടുകൾക്ക് ഇൻഷുറൻസ് കമ്പനി യാതൊരുവിധ നാശനഷ്ടങ്ങളും ബെയർ ചെയ്യുന്നതല്ല. എന്നാൽ ഈ ബൈക്ക് ഒരു വ്യക്തിയെ ഇടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നഷ്ടങ്ങൾ നികത്തുവാൻ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് സാധിക്കും. അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ പ്രീമിയം വളരെ കുറവാണ് ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വേറൊരു കാര്യം, ഫുൾ കവർ ആണെങ്കിൽ എന്താണ്? ഫുൾ കവർ ആണെങ്കിൽ വണ്ടിയുടെ മെയിൻ്റനൻസും അതുപോലെ അതുണ്ടാക്കുന്ന ആക്സിഡൻസും ഒക്കെ ഈ ഇൻഷുറൻസ് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ തേർഡ് പാർട്ടി എന്താണെന്ന്, ഫുൾ കവർ ഇൻഷുറൻസ് എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിൽ തന്നെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ നമ്മൾ വളരെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടാവുന്ന കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് സർവീസ് തരാൻ കെൽപ്പുള്ള ഏജൻസിയിൽ നിന്ന് മാത്രം ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക. ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് പല കമ്പനികളുടെയും ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രീമിയം മാത്രം നോക്കിയല്ല നമ്മൾ എടുക്കേണ്ടത്. നമുക്കൊരു ആപത്ഘട്ടം ഉണ്ടായാൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹെൽപ്പ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത്. അതുപോലെ ആ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് എടുത്തു വെക്കുക. ഓരോ വർഷവും കൃത്യസമയത്ത് തന്നെ ഇത് റിന്യൂ ചെയ്യുക. ഇതിപ്പോൾ റിന്യൂ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ ഒരു മാസമാണ് നമുക്ക് ഗ്രേസ് പീരീഡ് ഉള്ളത്. അതിനുശേഷം റിന്യൂ ചെയ്യാൻ വൈകിക്കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കേണ്ടത് വരും. അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് തിരുമുടി കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ആ കൃത്യമായിട്ടുള്ള ഡേറ്റ് നോട്ട് ചെയ്ത് അതാത് വർഷം തന്നെ അത് കൃത്യമായിട്ട് പോളിസി റിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ പലരും വിചാരിക്കും ഇപ്പോൾ എൻ്റെ വണ്ടി ഇടിക്കണമെന്നില്ല, പിന്നെ എന്തിനാണ് ഞാൻ ഇൻഷുറൻസ് പോളിസി എടുക്കേണ്ടതെന്ന്. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കും. വളരെ ആകസ്മികമായിട്ടാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ചെലവല്ല. പ്രത്യേകിച്ചും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു എമർജൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു സേവിങ്സ് ആണ് ഈ ഇൻഷുറൻസ് എന്നുള്ള തത്വം മനസ്സിലാക്കി എല്ലാവരും ആ ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ഫെസിലിറ്റികൾ നമ്മൾ അവെയിൽ ചെയ്യാനും നിങ്ങൾ അമാന്തം കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മറ്റു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഓഫ്.